അങ്ങനെ അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ 3 പേര് 4 പേരും സംസാരിക്കണം. ഇതിനകത്ത് ഗബ്രി മാത്രം സംസാരിച്ചു. ഗബ്രി അല്ല, ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ല. മിണ്ടല്ലേ ഗബ്രി ഞാൻ ആ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന നീ പറയുന്നതിനേക്കാളും നല്ല നമ്മളെ ഇതാക്കരുത്. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നോക്കുമ്പോ കാഴ്ചക്കാരിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യത്തിൽ നിങ്ങൾക്ക് ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു, രണ്ടാമത്തിൽ നിങ്ങൾക്ക് അതില്ലായിരുന്നു. കാരണം അത് അവര് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ അവരെ കാരണം ഗബ്രിയാണ്. ബിഗ് ബോസ് സീസൺ 6 എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഗബ്രി എന്നാണ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ജാസ്മിൻ്റെ വാലായിട്ട് നടക്കുന്നതിലുപരി ഒരു കാര്യം ഇങ്ങനെ വലിച്ച് നീട്ടി ഒരു എന്താ പറയുക, കാണുന്ന ആളുകൾക്ക് പോലും മടുപ്പുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യത്തെ വളച്ചൊടിക്കുകയും വലിച്ചു നീട്ടുകയും ചെയ്യുന്ന വേറൊരാൾ ആ ബിഗ് ബോസ് വീട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഒരു കണ്ടസ്റ്റൻറ്റും ഈ ഗബ്രി തന്നെയാണ്. ഇന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പവർ ടീമിൽ ഗബ്രിയും അതുപോലെ തന്നെ അർജുനും അപ്സരയും റസ്മിൻ ബായുമാണ് ഉള്ളത്. അവർ തമ്മിൽ തന്നെ ഇന്ന് അടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞ് ഗബ്രി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പോലും ഗബ്രീനോട് നിർത്ത് എന്ന് പറയുമ്പോൾ പോലും ഗബ്രി നിർത്താതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കും കൂടി അവസരം തരണം, ഇത് ശരിയായൊരു നിലപാടല്ല എന്ന് ഇവർ തന്നെ ഇപ്പോൾ പറയാൻ തുടങ്ങി. ഇന്നലെ വരെ ഗബ്രിക്ക് ഓശാന പാടുകയും ഗബ്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് നൽകിയിരുന്ന ഈ പവർ ടീമിലെ അംഗങ്ങൾ തന്നെ ഇപ്പം ഗബ്രീനെ തള്ളി പറയാൻ തുടങ്ങി. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായിൻ്റെ സ്വഭാവം തന്നെയാണ്, വേറൊന്നുമല്ല. അത്രയ്ക്ക് മോശമായിട്ടുള്ള സ്വഭാവം അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഇപ്പം കാര്യങ്ങൾ. പിന്നെ ഇത്രയും ദിവസം ഗബ്രി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും ആ പാവം ജിൻഡോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ചെങ്ങായിനെ റസ്മിൻ ബായിയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഈ ഗബ്രി ചെയ്യുന്നത് നോക്കിയിട്ട് ഗബ്രി ചെയ്യുന്നത് താരതമ്യം ചെയ്യുമ്പോൾ ജിൻഡോ ചെയ്തതും അത്രയും വരില്ല എന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പോലും അതായത് ജിൻഡോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്തിട്ട് പോലും ഗബ്രീനോട് ഭയങ്കര നൈസായിട്ടുള്ള എന്താ പറയുക നല്ല രീതിയിൽ അവനോട് പറഞ്ഞിടാ ഇങ്ങനെയല്ലടാ ഇങ്ങനെയാണടാ എന്ന് പറഞ്ഞു കൊടുക്കലും. റസ്മിൻ ബായല്ല ആ ജിൻഡോനോട് എന്തൊക്കെ രീതിയിലാണ് ചെറിയ കാര്യത്തിന് പോലും പൊട്ടിത്തെറിച്ചത് കുറച്ച് മുന്നേ ഒക്കെ ആ പവർ ടീമിലുള്ള സമയത്ത്. ഇപ്പോൾ ഗബ്രി ചെയ്യുന്ന ആ തെറ്റുകളൊന്നും തെറ്റല്ല. ഈ ഗബ്രി, ജാസ്മിൻ, റസ്മിൻ ബായ് അതുപോലെ തന്നെ അർജുൻ ഇവരൊക്കെ ശരിക്കും ഒരു ടീമാണ്. അത് എപ്പോഴാണ് മനസ്സിലായെന്നറിയാം. ഈ ഗബ്രിയും ജിൻഡോവും പുറത്തായിട്ട് രണ്ടാമത് അകത്ത് വന്ന സമയത്ത് ഈ ഗബ്രീനെ കെട്ടിപ്പിടിക്കാനും ഗബ്രീനോട് ഇത് പറയാനൊക്കെ എത്ര ആളുകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോന് ആരും അവിടെ വില വെക്കുന്നില്ല. ജിൻഡോനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്ത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ സത്യമാണ്. എന്തായാലും ഇന്ന് ഒരു Q&A എന്ന് പറയുന്നിട്ടുള്ള ഒരു പരിപാടി നടത്തിന്. അതായത് ഒരു പ്രസ് മീറ്റ് പോലെ പവർ ടീമിലുള്ള ആളുകൾക്കായിരിക്കെങ്കിലും അതിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ആളുകളുണ്ടോ എങ്കിൽ അവരുടെ ആ കാരണസഹിതം ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു പ്രസ് മീറ്റ് പോലെ ഒരു എല്ലാ ടീമിനും ഓരോ ടീമിനെയും വിളിച്ചു വരുത്തിയിട്ട് ആരെയാണ് പറയും. എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഗബ്രിക്കാണ് പ്രശ്നം എന്നുള്ളത്. അതായത് ഇതുവരെ ഈ സമയം വരെ വന്നതിലുള്ള ടീമുകളൊക്കെ കുറ്റം പറഞ്ഞത് ഗബ്രീനെയാണ്. അപ്പോൾ ഗബ്രി മാത്രമേ അതിൽ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 3 ആളുകളും ശരിക്ക് വായിലെന്തോ വിഴുങ്ങിയിട്ട് നിൽക്കുന്നത് പോലെ ഒന്നും അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അവസാനം നമ്മുടെ DJ മച്ചാൻ്റെ ടീം വന്നപ്പോൾ DJ മച്ചാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പവർ ടീമിലുള്ള ആളുകൾ ഗബ്രീന നീ ചെയ്തത് ശരിയായില്ല, നീ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, നമുക്കും കൂടി അവസരം തരണം എന്നുള്ള രീതിയിൽ അപ്സരയും അർജുനും റസ്മിൻ ബായൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നല്ല ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കിട്ട് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോ ലാസ്റ്റ് ആയ 3ാമത് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലോ? അല്ല അത് അങ്ങനെ വരില്ല. ചോദിച്ചു ലാസ്റ്റ് ടൈമില്ല, ഒരാൾക്ക് പറയാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തോ ടൈം വരും. ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാതെ ബസർ അടിക്കില്ല എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനോട് ചോദിച്ചോ. അത് അവിടെ നിന്ന് വേണമെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഒരാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ചോദ്യം വലിച്ചേണ്ടി പോവാണെങ്കിൽ ചിലപ്പോൾ 3 ചോദ്യങ്ങളും ചോദിച്ചു ലാസ്റ്റ് ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ പറയണ വെച്ചാൽ ഇപ്പൊ ഇവര് പറയുന്ന ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗബ്രി, അവര് പറയുന്ന എല്ലാം ശരിയാവണമെന്നില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ശരിയുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മളത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക അല്ലേ. അപ്പൊ അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയല്ല ആവണമെന്നില്ല. അല്ലാന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാന്നല്ല, ആണെങ്കിൽ ആണ് എന്ന് തന്നെ അംഗീകരിക്കാം. പക്ഷെ അതിന് നിങ്ങൾക്ക് മറുചോദ്യം ചോദിക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ കാര്യം അവൻ എനിക്ക് ഉത്തരവൊന്നുമില്ല. ചോദ്യം പിന്നെ ഒരു ബ്രോ എനിക്കതാണ് വേണ്ടുന്നത്.
അപ്പൊ തന്നെ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കണമായിരുന്നു. ഇല്ല, എനിക്ക് സിബിനാണ് ആൻസർ തരുന്നത്. നിലപാടില്ല എന്ന് പറഞ്ഞിട്ട് നീ അപ്പൊ തന്നെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ ഉത്തരം അതിപ്പോ ബെസർ അടിച്ചത് കഴിഞ്ഞല്ലോ. എനിക്ക് സിബിന്റെ വായി നടന്നത് കേൾക്കേണ്ടത്. ലൈക്ക് എനിക്ക് അവിടെ വേണ്ടത് ശ്രീരേഖ ചേച്ചി സിബിനോട് ട്രിഗർ ആവുന്ന രീതിയിലാണ് എനിക്ക് വേണ്ടുന്നത്. ഇപ്പൊ അൻസിബ എനിക്കിട്ട് ഇതാക്കി, ഞാൻ എല്ലാം കേട്ടിരുന്നു. ലാസ്റ്റ് കൃത്യമായിട്ട് മറുപടി കൊടുത്ത് അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. എന്റെ പൊന്നേച്ചി, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. അതിനായാലും അതെ, നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്നതിനെ തന്നെ നിങ്ങൾ ഒരാളെ പറ, അവരുടെ ഒരാളെ പറ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പം ശ്രീരേഖ, എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം ശ്രീരേഖിച്ച് വിളിച്ചിട്ട് ശ്രീരേഖിച്ച് വരുന്ന ആൻസറും കേട്ടോണ്ടിരിക്കാം. ശ്രീരേഖിച്ച് ഒരു 1.5 പാരഗ്രാഫ് എനിക്ക് തരും. എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്കിത് വേണ്ട എന്നുള്ളത് എന്റെ നിലപാടാണ്. എനിക്ക് ഒറ്റ വാക്കിൽ കിട്ടിയാൽ മതി. മൈക്ക് ശരിയായിട്ടിരിക്കുക. എനിക്ക് ഒറ്റ വാക്കിൽ എനിക്ക് സാധനം കിട്ടിയാൽ മതി. ഇന്ന കാര്യമല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ നമ്മളെ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. ശരിയാണ്. പവർ ടീമിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളെ കുറിച്ച് മാത്രം അവര് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ശ്രമിക്കുന്ന എന്താണ്, അങ്ങനെ അല്ലാന്ന് പ്രൂവ് ചെയ്യണം. നിങ്ങൾ 4 പേരും സംസാരിക്കണം. ഇതിനകത്ത് ഗബ്രി മാത്രം സംസാരിച്ചു. ഗബ്രി അല്ല, ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ല. മിണ്ടല്ലേ ഗബ്രി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന എടാ, നീ പറയുന്നതിനേക്കാളും നല്ല നീ വെറുതെ ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആർക്കൊന്നും കേൾക്കില്ല. പോയിന്റ് കറക്റ്റായിട്ട് പറഞ്ഞു നിർത്തും, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നീ നമ്മളെ ഇതാക്കരുത്. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നോക്കുമ്പോ എന്താണ് കാഴ്ചക്കാരിൽ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യത്തിൽ നിങ്ങൾക്ക് ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നു, രണ്ടാമത്തിൽ നിങ്ങൾക്ക് അതില്ലായിരുന്നു. കാരണം അത് അവര് തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ അവരെ കാരണം ഗബ്രിയാണ്. സ്പേസ് കൊടുക്കുന്നില്ല. ഞാനിവിടെ പറയുമ്പോഴും നീ ലൈക്ക് എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യും. ഞാനതിൽ ഞാൻ എന്നിട്ട് അവിടെ വന്നവർ ഞാൻ നിങ്ങൾ തമ്മിൽ യൂണിറ്റിയിൽ അങ്ങനെ ഞാൻ ആക്ഷൻ. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഗബ്രിയോട് 4 പേരോട് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ റിയാക്ഷൻ കൊണ്ട് പോലും അവരെടുത്ത് ഇതാക്കരുതെന്ന്. എന്താണ് ആക്കിയത്? നീ ഇവിടെ നിന്ന് ഡിസ്റെസ്പെക്ട്. ഞാൻ എന്റെ വായിൽ ചുണ്ടാക്കുന്നത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതെങ്ങനെ പറ്റും? എടാ, നീ അതവിടെ കളിയാക്കുന്ന പോലെയാണ്. നീ റിപ്പോർട്ടറാണ്. ഗബ്രി ആയിട്ടല്ല, നീ ഇപ്പൊ റിപ്പോർട്ടറാണ്. ഞാനിപ്പോ റിപ്പോർട്ടറാണ്. ഇപ്പൊ ഞാനും നീ തമ്മിൽ വാഗ്വാദം വരുമ്പോ ഞാൻ ഇങ്ങനെ പറയുന്നത് ജാസ്മിനായി നിൽക്കുമ്പോ എനിക്ക് ട്രിഗർ ചെയ്യാം. ഗബ്രി ആയി നിൽക്കുമ്പോൾ നിനക്ക് ട്രിഗർ ചെയ്യാം. പൊസിഷൻ അതാണ്. നിനക്ക് ട്രിഗർ ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷെ ആക്ഷൻസ് കാണിക്കുന്നത് ഓക്കെ, നമ്മള് പറയാനുള്ളത് പറഞ്ഞ് നെക്സ്റ്റ് ടീം വരുമ്പോ പറയാനുള്ള അവസരം തരാം. അല്ല, എല്ലാവരും മുഖത്തുണ്ട്. അല്ല, വളരെ പറഞ്ഞു തീർക്കണം. അതെ പറഞ്ഞു